നമസ്കാരം സുഹൃത്തുക്കളെ, കരിയർ 24/7 മലയാളം ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്വാഗതം. എൻ്റെ പേര് അശ്വിൻ എന്നാണ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് ഡേറ്റ അനലിസ്റ്റ് അല്ലെങ്കിൽ ഡേറ്റ സയൻറ്റിസ്റ്റ് ആരാണ്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഡേറ്റ സയൻസിലോട്ട് ഇറങ്ങിച്ചെല്ലാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിൽ കടക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് രണ്ട് കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഇത് എൻ്റെ ആദ്യത്തെ യൂട്യൂബ് ക്ലാസ് ആണ്. അപ്പോൾ അതിൽ സ്വാഭാവികമായിട്ടും ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങളെല്ലാം വരുന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നിങ്ങളോടും ക്ഷമ ചോദിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ ആണ് എന്താണ് ഡേറ്റ സയൻസ്, എന്താണ് ഡേറ്റ അനലിസ്റ്റ് എന്നുള്ളത്. അതിനുശേഷം നമ്മൾ ഒരുപാട് വെബിനാർസ് പ്ലാൻ ചെയ്യുന്നുണ്ട്, മാസ്റ്റർ ക്ലാസ്സുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കരിയർ ഗൈഡൻസ് കിട്ടും റിഗാർഡിംഗ് ഡേറ്റ സയൻസ് ആൻഡ് ഡേറ്റ അനലിസ്റ്റ്. ഓൾറൈറ്റ്, അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് കിടക്കാം. അപ്പോൾ ഡേറ്റ അനലിസ്റ്റ് ദ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. ഇത് നമ്മൾ ഇന്ന് കുറച്ച് കാലമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ബസ്സിംഗ് വേർഡാണ് ഡേറ്റ അനലിസ്റ്റ്, ഡേറ്റ സയൻറ്റിസ്റ്റ്, അല്ലെങ്കിൽ ഒരു അനലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഒരു കാറ്റഗറി ഓഫ് എന്താ പറയുക ഒരു റോൾ. അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് തൊട്ട് മുമ്പായിട്ട് എനിക്ക് ഒന്ന് രണ്ട് കുറച്ച് കഥകൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്കിത് ഡേറ്റ അനലിസ്റ്റ് അല്ലെങ്കിൽ ഡേറ്റ സയൻറ്റിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരുപാട് ഭയങ്കര എന്തോ ഒരു വലിയ സംഭവമായിട്ടാണ് നമ്മളെല്ലാവരും ആദ്യം വിചാരിക്കുന്നത്, അല്ലേ? ഇപ്പോൾ നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാം എടുത്തു കഴിഞ്ഞാലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാലും ഈ ഡേറ്റ അനലിസ്റ്റ്, ഡേറ്റ സയൻറ്റിസ്റ്റ് ഭയങ്കര ഒരു എന്താ പറയുക ഒരു റോക്കറ്റിംഗ് സാധനമായിട്ടാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ സാലറിയും ഒരുപാട് കൂടുതലാണ്, ഒരു ഭയങ്കര പാക്കേജാണ് എല്ലാവരും കിട്ടുന്നത്. അനലിസ്റ്റ് പോസ്റ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര വലിയ ഒരു സംഭവമായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ഒരു കാറ്റഗറിയിലോട്ട് നമുക്ക് കയറി ചെല്ലാം എന്നുള്ളതിനെ കുറിച്ചുള്ള ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നമുക്ക് ആദ്യം കാണാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ആദ്യം നമുക്ക് ഡേറ്റ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഞാൻ ആദ്യം കുറച്ച് കഥകളൊക്കെ പറയും, കുറച്ച് കത്തിയൊക്കെ വെക്കും, എന്നിട്ടേ നമുക്ക് ആദ്യം കണ്ടന്റിലോട്ട് പോകുന്നുള്ളൂ. അപ്പോൾ ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മളിപ്പോൾ ഒരു നമ്പറോ അല്ലെങ്കിൽ ഒരു പേരോ അല്ലെങ്കിൽ ഒരു ഇമെയിൽ ഐഡിയോ അത് മാത്രമല്ല ഡേറ്റ. നമ്മളൊരു ഷോപ്പിംഗ് സൈറ്റിൽ പോയി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോഡക്റ്റ്സ് നമ്മൾ ചിലപ്പോൾ ചുമ്മാ ആയിരിക്കും ബോറടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ചുമ്മാ കയറി നോക്കുന്നതല്ലേ. അപ്പോൾ ആ നോക്കുന്ന സമയത്ത് നമുക്കൊരു ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് നമ്മൾ കണ്ടു. ഫോർ എക്സാമ്പിൾ ഒരു ഷൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഡ്രസ്സ് ആയിരിക്കാം. അപ്പോൾ നമ്മളത് കണ്ടു, നമ്മളതിൻ്റെ പ്രൈസ് നോക്കുന്നു, നമ്മളതിൻ്റെ ക്വാളിറ്റി നോക്കുന്നു, അതിൻ്റെ റിവ്യൂസ് വായിച്ചു നോക്കുന്നു. ഇതെല്ലാം നമുക്ക് കിട്ടുന്ന ഡേറ്റയാണ്, അല്ലേ? നമുക്ക് എന്താ കിട്ടുന്നത്? പ്രൊഡക്റ്റിൻ്റെ പേര്, പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി, പ്രൊഡക്റ്റിൻ്റെ മെറ്റീരിയൽ എന്താണ്, അതിൽ എത്ര പേര് വാങ്ങിച്ചു, അല്ലെങ്കിൽ ആ വാങ്ങിച്ച് ഉപയോഗിച്ച ആൾക്കാരുടെ റിവ്യൂ നമുക്ക് വായിക്കാൻ പറ്റും, അല്ലേ? ആ വായിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡിസിഷനിലോട്ട് എത്താൻ പറ്റും. ഇത് നല്ലതാണോ മോശമാണോ. ഇനി ഒരുപാട് നെഗറ്റീവ് റിവ്യൂസ് ആണെങ്കിൽ നമ്മൾ ഇത് പ്രൊഡക്റ്റ് കൊള്ളില്ലെന്ന് എനിക്ക് തോന്നുന്നു, അപ്പോൾ അതുകൊണ്ട് എനിക്ക് വേണ്ട എന്ന് വിചാരിക്കും, അല്ലേ? അപ്പോൾ അതുപോലെ ഇതെല്ലാം നമുക്ക് കുറേ ഡേറ്റ നമുക്ക് തരുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവർ നമുക്ക് ഈ പ്രൊഡക്റ്റ് കാണിച്ചു തരുന്നതോടൊപ്പം അവരെന്ത് ചെയ്യുന്നു, ഈ അശ്വിൻ എന്ന് പറഞ്ഞ വ്യക്തി ഈ ഒരു പ്രൊഡക്റ്റ് നോക്കി എന്നുള്ളത് എന്ത് ചെയ്യുന്നു, പുറകിലൂടെ അവർ ആ ഡേറ്റ നമ്മുടെ നിന്ന് കളക്ട് ചെയ്യുന്നു, അല്ലേ? നമ്മൾ ബ്രൗസ് ചെയ്യുന്ന പ്രോഡക്ട്സ്, നമ്മൾ ഒരു വായിക്കുന്ന റിവ്യൂസ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, അവർ നമ്മുടെ നിന്ന് എടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഞാനത് ചിലപ്പോൾ എന്ത് ചെയ്യും, അത് പർച്ചേസ് ചെയ്യില്ല, ചിലപ്പോൾ ഞാൻ കാർട്ടിൽ ആഡ് ചെയ്തിട്ട് ശരി കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം, പിന്നെ നോക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഞാൻ ചിലപ്പോൾ അന്ന് എക്സിറ്റ് ചെയ്ത് പോകുന്നു. എന്നിട്ട് ഞാൻ ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാം എടുക്കുന്നു, അല്ലെങ്കിൽ ഗൂഗിൾ ക്രോം എടുത്ത് ഞാൻ എന്തെങ്കിലും വെബ്സൈറ്റിൽ കയറി എന്തെങ്കിലും വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പെട്ടെന്ന് നോക്കുമ്പോൾ സൈഡിൽ ഇങ്ങനെ ഒരു പോപ്പ് കാണാം, അല്ലേ? പോപ്പപ്പ്, അല്ലേ? നമ്മൾ നേരത്തെ നോക്കിയ പ്രോഡക്റ്റ് തന്നെ നമുക്ക് ചിലപ്പോൾ കാണിച്ചു തരും. അതുപോലെ ചിലപ്പോൾ എന്തായിരിക്കും, ആ പ്രൈസിനെക്കാട്ടിലും ചിലപ്പോൾ ഒരു 100-200 കുറവിൽ നമുക്ക് ചിലപ്പോൾ കാണിച്ചു തരും, അല്ലേ? അപ്പോൾ നമ്മൾ ചില സമയത്ത് ആലോചിക്കാറുണ്ടാൽ ഇതെങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ളത്. അപ്പോൾ ഇത് ഡേറ്റയാണ്, നമ്മളാണ് ഇവിടുത്തെ പ്രോഡക്റ്റ്. നമുക്ക് ഒരു സർവീസ് ആരെങ്കിലും ഫ്രീ ആയിട്ട് തരുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളാണ് പ്രോഡക്റ്റ്, നമ്മളെയാണ് അവർ മാർക്കറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇന്നത്തെ ഈ ഇൻ്റർനെറ്റ് യുഗത്തിൽ വളരെ എന്താ പറയുക നോർമലായിട്ടുള്ളൊരു കാര്യമാണ്, അല്ലേ? കാരണം ഈ ഡേറ്റ കൊണ്ടാണ് പല കമ്പനീസും ബിസിനസ് റൺ ചെയ്യുന്നത്, അവർ പ്രോഫിറ്റിലോട്ട് എത്തിക്കുന്നതും, അല്ലേ? ഈ ആമസോൺ നമുക്ക് എന്ത് ചെയ്തു തരുന്നു, നമുക്ക് പ്രൊഡക്റ്റ് കാണിച്ചു തരുന്നു. അതിനോടൊപ്പം നമ്മൾ കണ്ട പ്രൊഡക്റ്റ് നമുക്ക് എന്ത് ചെയ്യുന്നു, വേറെ ഏതെങ്കിലും വഴിയിലൂടെ നമ്മളോട് തന്നെ എത്തിച്ചു തരും. എന്തിനാ? അവർക്ക് നമ്മളത് വാങ്ങിക്കാനായിട്ട്. നമ്മളത് വാങ്ങിച്ചാലേ അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ ഗൂഗിളിൽ പോകുന്നു അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പോകുന്നു, എനിക്ക് ഉടനെ ആഡ് വരുന്നു. ഈ ഷൂസ് ഞാൻ എവിടെ കണ്ടതാണെന്നുള്ളൊരു ചിന്ത വരുമല്ലോ. അതാരാ? അത് നമ്മുടെ ഗൂഗിളിൻ്റെ ആഡ് സെൻസിങ്ങോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ആഡ് മാർക്കറ്റിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ എടുക്കുന്ന ഡേറ്റ, നമ്മൾ ഒരു കസ്റ്റമർ ആണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മളറിയാതെ എടുക്കുന്ന നമ്മുടെ ഡേറ്റ എന്ത് ചെയ്യുന്നു, നമ്മളെ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യുന്നു, ഇൻസ്റ്റാഗ്രാമിൽ കാണുമ്പോൾ ശരിയാ, ഞാൻ അപ്പോഴും നോക്കി വെച്ച പ്രോഡക്റ്റാണ്, എനിക്ക് ഓർമ്മ വന്നു, ഞാനിപ്പോൾ അത് വാങ്ങിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ അത് വാങ്ങിക്കും. ക്ലിക്ക് ചെയ്ത ഉടനെ
ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു, ആ പ്രോഡക്റ്റിൻ്റെ പേജിൽ ക്ലിക്ക് ചെയ്യുന്നു, നേരെ പോകുന്നു, പേയ്മെൻറ്റ് പേജ് പോകുന്നു, നമ്മൾ ചെയ്യുന്നു. അപ്പോൾ എന്ത് പറ്റി? നമ്മുടെ ഡേറ്റ കൊണ്ട് ആർക്കാണ് ഉപകാരം ഉണ്ടായത്? ആമസോണിന് ഉപകാരം ഉണ്ടായി, നമുക്ക് ആഡ് കാണിച്ചു തന്ന ഇൻസ്റ്റാഗ്രാമിന് ഉപകാരം ഉണ്ടായി അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ ഭാഗത്ത് ചിന്തിച്ച് നോക്കുമ്പോഴോ, നമ്മൾ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിരുന്ന പ്രോഡക്റ്റ് നമുക്കിപ്പോൾ തിരിച്ച് കിട്ടിയിരിക്കുക, നമ്മൾ വാങ്ങിച്ചിരിക്കുകയാണ് അല്ലേ? അപ്പോൾ എല്ലാ കണക്കിനും നോക്കുമ്പോഴെന്താ, ഡേറ്റ കൊണ്ട് എല്ലാവർക്കും യൂസാണ്, ഉപകാരമാണ്. അപ്പോൾ ഈ ഡേറ്റ ഇത് ഞാൻ ഒരു വ്യക്തി എന്നുള്ളതിലേക്ക് ഒരാളുടെ കാര്യങ്ങൾക്ക് ഞാൻ ഒരു പ്രൊഡക്റ്റ് സെർച്ച് ചെയ്തു. ഇനി അതുപോലെ ഞാൻ വേറെ എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ടാവും? ചിലപ്പോൾ പ്രോഡക്റ്റ് ആയിരിക്കാം, ചിലപ്പോൾ സർവീസസ് ആയിരിക്കാം. അപ്പോൾ എൻ്റെ ഇഷ്ടങ്ങളും അല്ലെങ്കിൽ ഞാൻ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും എല്ലാം എന്താണ്, അതൊരു സ്ഥലത്ത് ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുക അല്ലേ? അപ്പോൾ ആ ഡേറ്റ കൊണ്ട് ആർക്കാണ് യൂസ്? ഇതുപോലുള്ള കമ്പനികൾക്കാണ് യൂസ്. അപ്പോൾ അവർക്ക് എന്ത് പറ്റുന്നു? ഞാൻ വാങ്ങിക്കാൻ ആഗ്രഹിച്ച പ്രൊഡക്റ്റ് എന്നെ കൊണ്ട് എനിക്ക് കാണിച്ചു തരുമ്പോൾ ഞാനത് വാങ്ങിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് അല്ലേ? ഇതുപോലെ തന്നെ ഒരു എക്സിബിഷൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു എക്സിബിഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രൊഡക്ട്സ് പല തരത്തിൽ, പല ടൈപ്പിൽ, എന്തിനാ നമ്മൾ ഉപ്പ് മുതൽ കർപ്പൂരം വരെ എന്ന് പറയില്ല, അതുപോലെ എല്ലാ പ്രൊഡക്ട്സും നമ്മുടെ കൺമുന്നിലുണ്ടാവും. അപ്പം നമ്മൾ ചുമ്മാ കയറി നോക്കുന്നു, അവസാനം എവിടെയെങ്കിലും എത്തുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം കാണുന്നു, നമ്മൾ എടുക്കുന്നു. അതേ സമയത്ത് എനിക്ക് വേണ്ട സാധനം തന്നെ എൻ്റെ മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റുന്നു? എനിക്ക് വേറെ എവിടെയും തിരഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല, നേരെ പോകുന്നു, ഞാൻ എടുക്കുന്നു അല്ലേ? അപ്പോൾ ഇതെന്തു പറ്റി? പ്രോഫിറ്റബിലിറ്റി കൂടുന്നു, മാർക്കറ്റിങ്ങിൻ്റെ ടെക്നിക്സ് മാറുന്നു അല്ലേ? ഇതാണ് നമ്മുടെ ഇന്നത്തെ കാലത്ത് നടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത് എങ്ങനെ സാധ്യമാക്കുന്നു? ഇവിടെ എങ്ങനെ ഡേറ്റ അനലിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഡേറ്റ സയൻറ്റിസ്റ്റിൻ്റെ റോൾ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം ഒരു ഡേറ്റ അനലിസ്റ്റ് അല്ലെങ്കിൽ ഡേറ്റ സയൻറ്റിസ്റ്റ് ആരാണ്, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ അതിലോട്ട് എത്തിച്ചെല്ലാം എന്നുള്ളൊരു സംശയം എല്ലാവർക്കും ഉണ്ടാവും അല്ലേ? ഒരു എഞ്ചിനീയറിംഗ് പഠിച്ച ആൾക്കാർക്ക് മാത്രമാണോ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമാണ് ഡേറ്റ അനലിസ്റ്റ് ആകാൻ പറ്റുന്നുള്ളതാണ് ആദ്യത്തെ ഡൗട്ട്. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ ഇവിടെ നമുക്കിന്ന് ബ്രേക്ക് ചെയ്യാം. ഇത് ആർക്ക് വേണമെങ്കിലും ഒരു ഡേറ്റ അനലിസ്റ്റ് ആവാം. സിമ്പിളാണ്. കാരണം ഇവിടെ ഡിഗ്രി അല്ല നിങ്ങളുടെ ഡേറ്റ അനലിസ്റ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ ഡേറ്റ അനലിസ്റ്റിനോ ഡേറ്റ സയൻറ്റിസ്റ്റിനോ കണ്ടെത്തുന്നത്, നിങ്ങളുടെ സ്കില്ലാണ്, നമ്മുടെ ആ കഴിവിനെയാണ്. ഒരു ഡേറ്റേനെ അനലൈസ് ചെയ്യാനുള്ള കഴിവാണ് ഇവിടെ ആവശ്യം. അപ്പം അതിന് സോഫ്റ്റ്വെയർ കോഡിങ് പഠിക്കണോ, അത്രയും ഡീപ്പ് ലെവലിൽ പഠിക്കണോ? ആവശ്യമില്ല. പിന്നെ എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമുക്ക് അത് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് വേണം. ആദ്യത്തെ കാര്യം, നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു കാര്യം എങ്ങനെ ചെയ്തു കഴിഞ്ഞാലും ഒരിക്കലും വർക്കൗട്ട് ആവില്ല. അപ്പം നമുക്ക് ആദ്യം വേണ്ട സാധനം ഇത് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഡേറ്റേനെ അനലൈസ് ചെയ്യാനുള്ള ഒരു സ്കില്ല് വേണം, ഒരു ഇൻട്രസ്റ്റ് വേണം. ഇനി എഞ്ചിനീയറിംഗ് പഠിച്ചവർക്ക് മാത്രമാണോ? അല്ല. ആർട്സ് ആണോ, സയൻസ് ആണോ, ഇനി ഏത് ഡിഗ്രി എടുത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഏതൊരു കോഴ്സ് പഠിച്ച് ഏത് സ്ട്രീമിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് എന്താവാൻ പറ്റും? ഒരു ഡേറ്റ അനലിസ്റ്റ് ആവാൻ പറ്റും. സിമ്പിളാണ്. രണ്ടാമത്തെ കാര്യം എല്ലാവരും പേടിക്കുന്ന പോലെ തന്നെ എനിക്ക് കോഡിങ് അറിയില്ല, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ അതിനുള്ള ഉത്തരവും റെഡിയാണ്. ഇതിന് കോഡിങ് 100% അറിയണ്ട എന്നല്ല, എന്നാൽ 100% കോഡിങ് അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട. നമ്മുടെ ഡേറ്റ അനലിസ്റ്റ് അല്ലെങ്കിൽ ഡേറ്റ സയൻറ്റിസ്റ്റ് എന്ന് പറയുമ്പം ലോ കോഡ് പാത്താണ്, അതായത് കുറച്ച് കോഡുകൾ ചെയ്താൽ മതി. അപ്പോൾ അതിന് ഈ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറോ അല്ലെങ്കിൽ ഒരു ആൻഡ്രോയിഡ് ഡെവലപ്പറോ ചെയ്യുന്ന അത്രയും വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള കോഡുകൾ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട, ഒരിക്കലും വേണ്ട. ഇവിടെ സിമ്പിളായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കോഡിങ് നോളജ് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഇവിടെ ലോജിക്കിൻ്റെ ബേസിസിലാണ് പല കാര്യങ്ങളും റൺ ചെയ്യുന്നത്. നമ്മളൊരു കോംപ്ലക്സ് ആയിട്ടുള്ള കോഡ് റൺ ചെയ്യുന്നുണ്ടോ? ഇല്ല. എന്നാൽ ആവശ്യമായിട്ടുള്ള കോഡുകൾ ചെയ്യണോ? യെസ്, വേണം. എങ്ങനെ നമ്മൾ കൊണ്ട് അതിലിട്ട് എത്താൻ പറ്റും? പ്രാക്ടീസ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ലെവലും മറികടക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഡേറ്റ സയൻസ് അല്ലെങ്കിൽ ഡേറ്റ അനലിസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കോഡിങ് നോളജ് വേണം. അത് അത്യാവശ്യമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തിൽ നമുക്ക് അത്യാവശ്യമല്ല, പക്ഷേ ഓവർ ദ പീരിയഡ് ഓഫ് ടൈം നമ്മൾ എന്ത് പറ്റുന്നു, നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ജോലിയുടെ ഭാരം കൂടുന്നതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? പല പ്രോസസ്സും ഓട്ടോമേറ്റ് ചെയ്യേണ്ടി വരും. എല്ലാ സമയത്തും നമുക്ക് മാനുവലി കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ സമയങ്ങളിൽ എന്ത് ചെയ്യുന്നു? നമുക്ക് കോഡിങ്ങിൻ്റെ ആവശ്യകത വരും. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അടുത്തത്, മൂന്നാമത്തെ ഒരു കാര്യം, കരിയർ ചേഞ്ചേഴ്സ്. നമ്മുടെ കരിയർ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന സ്കോപ്പ് എവിടെ നിന്നും, ഏതൊരു ഫീൽഡിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കരിയർ ചേഞ്ചിലോട്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റും. ഇപ്പോൾ ഞാനൊരു HRN മാർക്കറ്റിങ്ങിലാണ് വർക്ക് ചെയ്യുന്ന ഒരു ആളാണെന്ന് വിചാരിക്കുക. ഞാനൊരു 5 വർഷം അല്ലെങ്കിൽ ഒരു 10 വർഷം അല്ലെങ്കിൽ 2 വർഷം 3 വർഷം ഞാൻ വർക്ക് ചെയ്യുന്നു വിചാരിക്കുക. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഉള്ള എൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് HR അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ മാർക്കറ്റിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം, അതിൻ്റെ A to Z കാര്യങ്ങൾ ഞാൻ പഠിച്ചെടുത്തു. 2 വർഷം അല്ലെങ്കിൽ 3 വർഷം എക്സ്പീരിയൻസ് ഉണ്ട്. ഇനി അത് എങ്ങനെ നമുക്ക് ഡേറ്റ അനലിസ്റ്റ് ആയിട്ട് വരുമ്പം എന്ത് പറ്റുന്നു?
എനിക്ക് ഡേറ്റ അനലിസ്റ്റ് ഇൻ മാർക്കറ്റിംഗ് എന്നുള്ള ഫീൽഡിലോട്ട് പോകാൻ പറ്റും. അപ്പോൾ എൻ്റെ സ്കിൽസ് അവിടെ എന്ത് പറ്റി, മാർക്കറ്റിംഗ് ചെയ്യുന്നത് മാത്രമല്ല എങ്ങനെ ചെയ്യണം, എവിടെ നിന്ന് ഡേറ്റ എടുക്കണം, എങ്ങനെ അത് കസ്റ്റമേഴ്സിലോട്ട് എത്തിക്കണം എന്നുള്ളതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഏതൊരു ഫീൽഡിൽ നിന്നൊരാൾക്കും എന്ത് പറ്റും, നമുക്ക് എളുപ്പം ഡേറ്റ അനലിസ്റ്റ് അല്ലെങ്കിൽ ഡേറ്റ സയൻറ്റിസ്റ്റ് റോളിലോട്ട് എത്തിച്ചേരാൻ പറ്റും. ഒരു ഡേറ്റ അനലിസ്റ്റ് എന്താണ് ചെയ്യുന്നുള്ളത് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. ഡേറ്റ അനലിസ്റ്റ് എന്ന് പറയുമ്പം ഈ ഡേറ്റ കൊണ്ട് അമ്മാനമാടുന്ന ആളാണ്. സത്യം പറഞ്ഞാൽ അതെ. അപ്പോൾ ഡേറ്റ കൊണ്ട് എടുത്തിട്ട് ഇങ്ങനെ കളിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തട്ടിക്കളിച്ച് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ പൊടി തട്ടിയെടുക്കണം, ചിലപ്പോൾ അതിന് വൃത്തിയാക്കി എടുക്കേണ്ടി വരും. അങ്ങനെ ഒരുപാട് പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ ഡേറ്റ എന്ന് പറയുന്നത് ഒരു അവിയലാണ്. അപ്പോൾ നമ്മുടെ അവിയലിനകത്ത് എന്തൊക്കെ പച്ചക്കറികളുണ്ടോ അതെല്ലാം എന്ത് പറ്റും, എല്ലാം കൂടി മിക്സ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുന്നു അല്ലേ. അപ്പോൾ ഒരു ഡേറ്റ അനലിസ്റ്റിന് കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ ഡേറ്റ അനലിസ്റ്റ് എന്ത് ചെയ്യും, അതിൽ ഓരോ പച്ചക്കറി മാറ്റി അത് വൃത്തിയാക്കിയിട്ട് ഓരോന്ന് സെഗ്രിഗേറ്റ് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കും. അതാണ് ഡേറ്റ അനലിസ്റ്റ് ചെയ്യുന്ന പരിപാടി. ഇതാണ് ബേസിക് ആയിട്ട് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ അനലിസ്റ്റിൻ്റെ പരിപാടി. ഇനി എന്താണ് ഡേറ്റ അനലിസ്റ്റ് ആക്ച്വലി ചെയ്യുന്നുള്ളത്, എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ക്ലീനിങ് ആക്ടിവിറ്റീസ് വേണമെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ യൂസറിൻ്റെ ഒരു കസ്റ്റമറുടെ എന്ത് പറ്റുന്നു, ഓരോ ഇൻട്രസ്റ്റുകൾ, അവർ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ, അങ്ങനെ ഒരുപാട് ഡേറ്റകൾ വരും അല്ലേ. ഇപ്പോൾ അശ്വിൻ എന്നൊരു വ്യക്തിക്ക് തന്നെ ഒരു 100,000 ഡേറ്റ ചിലപ്പോൾ ഓൾറെഡി ബിൽഡായിട്ടുണ്ടാവും. അപ്പോൾ ഇതിനകത്തും എന്ത് പറ്റുന്നു, ആവശ്യമുള്ള ഡേറ്റ ഉണ്ട്, ആവശ്യമില്ലാത്ത ഡേറ്റ ഉണ്ട്. അപ്പോൾ ഒരു ഡേറ്റ അനലിസ്റ്റിൻ്റെ കയ്യിലെത്തുമ്പം ഒരാളുടെ ഡേറ്റ തന്നെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു 100 ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ലോകത്ത് എത്ര കോടി ജനങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഓരോരുത്തർക്കും ഒരു 10 വെച്ച് കൂട്ടിയാൽ തന്നെ എത്രയധികം കോടികളായി. അപ്പോൾ ഇത്രയും വലിയൊരു കൂമ്പാരമാണ് നമ്മുടെ ഡേറ്റ. അപ്പോൾ ഈ ഡേറ്റയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഡേറ്റ എടുക്കണം, ആവശ്യമില്ലാത്ത കളയണം. പിന്നെ അതുപോലെ തന്നെ ആവശ്യമുള്ള ഡേറ്റയിൽ തന്നെ ഇപ്പം ആവശ്യമില്ലാത്തതും പിന്നീട് ആവശ്യമുള്ളതായിട്ടുള്ള ഡേറ്റ ഉണ്ടാവും അല്ലേ. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. അപ്പോൾ ഇതിനെ നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്ത് അതിനെ ക്ലീൻ ചെയ്ത് കുളിച്ച് കുട്ടപ്പനാക്കി നമ്മൾ എടുക്കുന്നതാണ് നമ്മുടെ ഡേറ്റ അനലിസ്റ്റിൻ്റെ പ്രൈമറി റോൾ. പിന്നെ അത് മാത്രമല്ല, ഈ കൂമ്പാരം കണക്കിനുള്ള ഡേറ്റയിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യണം, അതിനകത്തുനിന്നുള്ളൊരു മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു പാറ്റേൺ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കണം. കാരണം ചുമ്മാ കുറേ ഡേറ്റ എടുത്ത് ഞാൻ അവിടെ ഇവിടെ കൂട്ടി വെച്ചുകൊണ്ട് കാര്യമില്ല. അതിനകത്ത് എന്തെങ്കിലും റിലേഷൻസ് ഉണ്ടോ, എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പാറ്റേൺ ഐഡൻറ്റിഫിക്കേഷനാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അനലിസ്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തലച്ചോറിനകത്തുള്ള നിങ്ങളുടെ തിങ്കിങ് കപ്പാസിറ്റി മാത്രം മതി. അതിന് ഇന്ന ഡിഗ്രി പഠിക്കണം എന്നുള്ളൊരു യാതൊരു ആവശ്യമില്ല. ഓക്കെ അല്ലേ. ഡേറ്റ എല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് കുട്ടപ്പനാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അത് അവിടെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റം സംഭവിക്കുമോ? ഒരു മാറ്റവും സംഭവിക്കില്ല. അപ്പോൾ ഈ ഡേറ്റേനെ ഞാൻ എടുത്തിട്ട് ക്ലീൻ ചെയ്ത് കൊണ്ട് എന്തെങ്കിലും ഉപകാരം വേണം. അപ്പോൾ അതിനെന്ത് ചെയ്യണം, ആ എടുത്തിരിക്കുന്ന ഡേറ്റേനെ ബാക്കിയുള്ള ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യണം. ഈ പ്രസൻറ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഡേറ്റ വിഷ്വലൈസേഷൻ. ഈ ഡേറ്റ വിഷ്വലൈസ് ചെയ്യുമ്പം അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള കോമൺ ആയിട്ടുള്ള ആൾക്കാർക്ക് എളുപ്പം മനസ്സിലാവുന്നു. ഒരു ഡേറ്റ കൂമ്പാരം പോലെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അത് നോക്കുമ്പോൾ തന്നെ നമുക്ക് ചിലപ്പോൾ തലകറങ്ങും അല്ലേ. അയ്യോ, ഇതെന്താ മൊത്തം നമ്പർ, ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഒരു ഡേറ്റ അനലിസ്റ്റിൻ്റെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡേറ്റ ക്ലീൻ ചെയ്യുന്നതിനോടൊപ്പം ഡേറ്റനെ റെപ്രസെൻ്റ് ചെയ്യണം നല്ല രീതിയിൽ. അതാണ് ഒരു ഡേറ്റ അനലിസ്റ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള കർത്തവ്യം. വൈ ഇസ് ദിസ് റോൾ ഇമ്പോർട്ടൻറ്റ്? നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ, എന്തുകൊണ്ടാണ് ഈ റോള് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിരുന്നില്ല. കാരണം ഒരു കൂമ്പാരം കണക്കിനുള്ള ഡേറ്റേനെ അവിടെ തന്നെ ഇരുന്ന് കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ്, അതിന് ക്ലീൻ ചെയ്ത് ചുമ്മാ അവിടെ വെച്ച് കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമ്മൾ അതിന് ഇൻ്റർപ്രറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് റിസൾട്ട് കണ്ടെത്തുമ്പോഴാണ് ആ ഡേറ്റ കൊണ്ട് എന്തെങ്കിലും ഉപകാരമുള്ളൂ. ഓരോ ട്രാൻസാക്ഷൻ, നമ്മൾ ഓൺലൈനിൽ ചെയ്യുന്ന ട്രാൻസാക്ഷൻ, അല്ലെങ്കിൽ ഓഫ്ലൈനിൽ ചെയ്യുന്ന ട്രാൻസാക്ഷൻ, അല്ലെങ്കിൽ നമ്മൾ ഫോൺ ഉപയോഗിച്ച് ചെയ്യുന്ന ട്രാൻസാക്ഷൻ, അല്ലെങ്കിൽ നമ്മൾ ലാപ്ടോപ്പ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ചോ നമ്മൾ ചെയ്യുന്ന ട്രാൻസാക്ഷൻ എല്ലാം റെക്കോർഡഡ് ആണ് അല്ലേ. നമ്മുടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന മെസ്സേജുകൾ, അല്ലെങ്കിൽ എന്താ പറയുക, എന്തെടുത്തു കഴിഞ്ഞാലും ഡേറ്റയാണ്. അതിൽ 1, 2 എന്നുള്ള ചിലപ്പോൾ ഒരുപാടധികം ഡേറ്റ നമ്മുടെ ഒരു പ്രോസസ്സിലൂടെ തന്നെ ചിലപ്പോൾ കിട്ടും. ആ ഡേറ്റകളെല്ലാം എന്ത് ചെയ്യണം, ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴേ ആ ഡേറ്റ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവുന്നുള്ളൂ. അതുപോലെ തന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ കമ്പനീസും, ഇന്നുള്ള കമ്പനീസിൽ എന്താ ചെയ്യുന്നത്, അവർ 70 to 80% ഓഫ് ദ കമ്പനീസും ഡേറ്റ ഡ്രിവൺ ആണ്. അവർക്ക് ഗ്രോത്ത് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഡേറ്റ ഇല്ലാതെ പറ്റില്ല. ആമസോണിനോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിനോ, എന്തിനേറെ നമ്മൾ നാട്ടിലെ ഒരു കടയിലോട്ട് പോയി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിംഗ് ഇമെയിൽസ് വരും, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് മെസ്സേജ് വരുന്നു. എന്തുകൊണ്ട്, എങ്ങനെ വരുന്നത്? കാരണം അവർ ആ ഡേറ്റാബേസിനകത്ത് നിന്നും ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരെ മാത്രം തേടി പിടിച്ച് അവർക്ക് മാത്രമാണ് ഈ മെസ്സേജ് പുഷ് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്കൊരു കാറ് വാങ്ങിക്കണം, ഓൾറെഡി എനിക്ക് വാങ്ങിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്.
അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ പല സൈറ്റിൽ കയറി കാറിൻ്റെ പ്രൈസ് നോക്കുന്നു, ഫീച്ചേഴ്സ് നോക്കുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ചിലപ്പോൾ എനിക്ക് അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് ആണെങ്കിൽ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അവർ പറയും, ലോഗിൻ ചെയ്ത് ഒരു രക്ഷയില്ല മോനെ എന്ന് പറയും, അല്ലേ? ആ ലോഗിൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ കൊടുക്കുന്നു, OTP വരുന്നു, ഞാൻ വെരിഫൈ ചെയ്യുന്നു. അപ്പോൾ OTP കൊടുത്ത് വെരിഫൈ ചെയ്തപ്പോൾ എന്തായി? അവർക്ക് മനസ്സിലായി, ഓക്കെ, ഈ വ്യക്തി കാറ് വാങ്ങിക്കാനുള്ള പ്ലാൻ ഉണ്ട്, അല്ലേ? അപ്പോൾ എന്ത് സംഭവിക്കുന്നു? നമുക്ക് അടുത്ത് വരുന്ന മെസ്സേജുകളെല്ലാം അല്ലെങ്കിൽ നമുക്ക് കാണിക്കുന്ന നോട്ടിഫിക്കേഷൻസ് എല്ലാം എന്ത് പറ്റുന്നു? കാറിന് റിലേറ്റഡ് ആയിരിക്കാം, അതിൻ്റെ ഫീച്ചേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വരും. അപ്പോൾ ഗ്രോത്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കിട്ടുന്ന ഡേറ്റ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇന്ന് 70 to 80% കമ്പനീസ് ആണെങ്കിൽ അടുത്ത 1 വർഷം അല്ലെങ്കിൽ 2 വർഷം കൊണ്ട് എന്ത് പറ്റുന്നു? 100% ഡേറ്റ ഡ്രിവൺ ആയിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഒരു ഡേറ്റ അനലിസ്റ്റിൻ്റെ റോളിൽ അടുത്ത വരുന്നൊരു സ്റ്റേജാണ് സീനിയർ അനലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 2-3 വർഷം ഞാൻ ഡേറ്റ കൊണ്ട് കംപ്ലീറ്റ് സകലമാന കളികളും കളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് എനിക്ക് പറയുന്നത് ഒരു സീനിയർ ഡേറ്റ അനലിസ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ ഞാൻ എന്താണ് ഒരു ലീഡർഷിപ്പ് റോളായിരിക്കും എടുക്കുന്നത്. എൻ്റെ താഴെ 2-3 മെൻറ്റേഴ്സ് ഉണ്ടാവും, 2-3 അല്ലെങ്കിൽ 3-4 വേറെ ജൂനിയർ ഡേറ്റ അനലിസ്റ്റ് ഉണ്ടാവും. ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ അവരെ ഹെഡ് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ ലീഡർഷിപ്പ് സ്കിൽസാണ് അവിടെ ഇമ്പ്രൂവ് ചെയ്യുന്നത്. ഓൾസോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഇത്രയും വർഷം പഠിച്ചെടുത്ത എൻ്റെ നോളജ് എല്ലാം എൻ്റെ ടീംമേറ്റ്സിന് പറഞ്ഞു കൊടുക്കാൻ പറ്റും, അല്ലേ? ഇതാണ് ഒരു സീനിയർ അനലിസ്റ്റിൻ്റെ മോസ്റ്റ്ലി ഉള്ള റോൾ എന്ന് പറയുന്നത്. അപ്പോൾ സീനിയർ അനലിസ്റ്റായിട്ട് ഞാൻ കുറച്ച് കാലം കൂടി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് ഞാൻ പോകുന്നത് ഡേറ്റ സയൻറ്റിസ്റ്റ് ആണ്. അപ്പോൾ ഡേറ്റ സയൻറ്റിസ്റ്റ് എന്ന് പറയുമ്പം എഗെയിൻ സയൻറ്റിസ്റ്റ് ആണ്, അല്ലേ? സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, നമ്മളൊക്കെ നാസയിലും അല്ലെങ്കിൽ ISROയിലൊക്കെ കേൾക്കുന്ന അതേപോലത്തെ സയൻറ്റിസ്റ്റ് തന്നെയാണ്. ഇവിടെ സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടോപ്പിലോട്ട് എത്തിക്കഴിഞ്ഞു ഓൾറെഡി. ഡേറ്റ അനലിസ്റ്റ്, സീനിയർ അനലിസ്റ്റ്, നൗ വി ആർ ഓൺ ദ ടോപ്പ്. അപ്പോൾ ഡേറ്റ അനലിസ്റ്റ് എന്ത് ചെയ്യുന്നു? ഡേറ്റ അനലിസ്റ്റിൻ്റെ എക്സ്പീരിയൻസ് പറയുമ്പോൾ ഡേറ്റ കൊണ്ടുള്ള കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് എന്താ പറയുക, ഞാൻ അരച്ച് കലക്കി കുടിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് ഡേറ്റ സയൻറ്റിസ്റ്റ് പ്രഡിക്റ്റീവ് മോഡലിംഗ് ചെയ്യുന്നത്. പ്രഡിക്റ്റീവ് എന്ന് പറയുന്നത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാണ് ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കും എന്നുള്ളത്. എന്തിൻ്റെ ബേസിസിൽ? നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള ഡേറ്റേനെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ കയ്യിൽ കിട്ടിയ ഡേറ്റാസ് വെച്ചിട്ട് ഇനി എന്ത് സംഭവിക്കാം എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും റിഗാർഡിങ് ദ ഡേറ്റ. അപ്പോൾ ഡേറ്റയിൽ നിന്ന് എങ്ങനെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നു? പാറ്റേൺ, അനലോജി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വരും. അപ്പം നമ്മുടെ ജോലി എന്ന് പറയുമ്പം കുറച്ചുകൂടി അഡ്വാൻസ്ഡായി. ഇവിടെ സീനിയർ അനലിസ്റ്റിനെക്കാട്ടിലും ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഡേറ്റ സയൻറ്റിസ്റ്റിന് വരും. കാരണം ഒരു ബിസിനസ്സിനെ തന്നെ ഡ്രൈവ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ആൻഡ് കപ്പാസിറ്റി ആൻഡ് പവർ ഒരു ഡേറ്റ സയൻറ്റിസ്റ്റിൻ്റെ കയ്യിൽ എത്തിക്കഴിഞ്ഞു ഇപ്പം. അപ്പോൾ ഈ ഡേറ്റ സയൻറ്റിസ്റ്റ് ആയിരിക്കും കമ്പനിയുടെ ഗ്രോത്ത് ഡിസൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കമ്പനിയുടെ പാത്ത് ഡിസൈഡ് ചെയ്യുന്നത്. ഡേറ്റ സയൻറ്റിസ്റ്റിൻ്റെ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജർ ഓർ മെഷീൻ ലേണിംഗ് എഞ്ചിനീയർ എന്ന് പറയുന്നത്. ഒരു മാനേജർ അല്ലെങ്കിൽ ഒരു മെഷീൻ ലേണിംഗ് എഞ്ചിനീയറുടെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ ദ ഫേസ് ഓഫ് ദ കമ്പനി. നിങ്ങളാണ് കമ്പനിയുടെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത്. നിങ്ങളാണ് അൾട്ടിമേറ്റ് ഇൻ ടേംസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. കാരണം ഒരു കമ്പനി എങ്ങനെ റൺ ചെയ്യണം, ഏത് വഴിയിലൂടെ ചൂസ് ചെയ്യണം എന്നുള്ളതിൻ്റെ അൾട്ടിമേറ്റ് വേർഡ് നിങ്ങളായിരിക്കും. നമ്മൾ ആ ട്രാഫിക് സിനിമയിൽ പറയുന്ന പോലെ നിങ്ങളൊരു നോ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊന്നും സംഭവിക്കില്ല, പക്ഷെ ഒരു യെസ് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ പുതിയ കാര്യങ്ങൾ സംഭവിക്കും. ആ ഒരു കപ്പാസിറ്റിയാണ് നിങ്ങളുടെ കയ്യിൽ വരാൻ പോകുന്നത്. സോ ഈ ഗ്രോത്തിൻ്റെ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഷോർട്ടാണ്. കാരണം ഇവിടെ നമ്മളൊരു കാര്യം നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ എത്ര അധികം ഡേറ്റ ഒരു ദിവസം ജനറേറ്റ് ആവുന്നുണ്ട്, അല്ലേ? എത്ര അധികം ഡേറ്റ. നമ്മളൊരു QR കോഡ് സ്കാൻ ചെയ്യുന്നത് മുതൽ നമ്മൾ പർച്ചേസ് ചെയ്ത് നമ്മൾ അതിൻ്റെ റിവ്യൂ ചെയ്യുന്നത് വരെ ഓരോന്നിലും ഡേറ്റ ഉണ്ട്. അപ്പോൾ കേരളത്തിൽ ഇത്രത്തോളം ഡേറ്റ പ്രൊഡ്യൂസ് ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ എത്രത്തോളം ഡേറ്റ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും? എന്തിന്? ഈ ലോകത്ത് എത്ര കോടി ഡേറ്റ ഒരു ദിവസം കുമിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഡേറ്റേനെ എല്ലാം പ്രോസസ്സ് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാനുള്ള ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. നമുക്കറിയാം സപ്ലൈ ആൻഡ് ഡിമാൻഡ്, അല്ലേ? നമ്മൾ പണ്ട് പഠിച്ച കാര്യങ്ങൾ സ്കൂളിലൊക്കെ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും നിങ്ങളെല്ലാവരും. സപ്ലൈ കുറയുമ്പോൾ എന്ത് പറ്റുന്നു? ഡിമാൻഡ് കൂടുന്നു. നമ്മുടെ ആവശ്യത്തിലധികം ഡേറ്റ ഉണ്ട്. അപ്പോൾ ഈ ആവശ്യത്തിന് ഡേറ്റേനെ നമ്മൾ പ്രോസസ്സ് ചെയ്യാനുള്ള നമ്മുടെ സപ്ലൈ മാൻ പവർ കുറവാണ്. അപ്പോൾ അങ്ങനെ കുറവാകുമ്പോൾ എന്ത് പറ്റുന്നു? ഡേറ്റ സയൻറ്റിസ്റ്റിൻ്റെ ഡിമാൻഡ് വളരെയധികം അങ്ങ് മാനത്തോട്ട് പോകും. ഈ പ്രോസസ്സിൽ നമ്മൾ ഈ സ്റ്റേജിൽ നമ്മൾ കയറി പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറ്റും? വളരെ ചുരുങ്ങിയ വർഷം കൊണ്ട് തന്നെ നമുക്ക് ഡേറ്റ സയൻറ്റിസ്റ്റിൻ്റെ അൾട്ടിമേറ്റോട്ട് നമുക്ക് എത്താം.
ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ 70 മുതൽ 80% കമ്പനികളും ഓൾറെഡി ഡേറ്റയിലാണ് വർക്ക് ചെയ്യുന്നത്. അത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇനിയൊരു 2 3 അല്ലെങ്കിൽ ഒരു 5 വർഷം അല്ലെങ്കിൽ 10 വർഷം 10 വർഷമൊക്കെ വളരെ കൂടുതലാണ്. 10 വർഷമൊക്കെ ആവുമ്പോഴേക്കും തന്നെ ഇവിടെ ഡേറ്റ ഇല്ലാതെ ഒരു കളിയും നടക്കില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ നമ്മൾ പോകുന്നത്. അതിൻ്റെയൊക്കെ മുന്നോടിയായിട്ട് നമുക്ക് എന്ത് പറ്റണം? നമ്മളും ആ ഒരു പാതയിലോട്ട് കയറി ചെല്ലാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലൊരു കാര്യമാണ്. അടുത്ത് നമുക്ക് നോക്കാൻ പോകുന്നത് ഡേറ്റ സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ ഡേറ്റ അനലിസ്റ്റ് ആവാൻ വേണ്ട സ്കിൽസ് ആൻഡ് ടൂൾസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ആദ്യം തന്നെ ഡേറ്റയാണ് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഡേറ്റ എങ്ങനെയാണ് വരുന്നത്? നമ്പേഴ്സ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ആയിട്ടാണ് വരുന്നത്. ഈ ഡേറ്റേനെ ഞാൻ എവിടെ കൊണ്ട് എടുത്തു വെക്കും? എനിക്ക് മറ്റേ കൊട്ടയിലേക്ക് കൊണ്ടുപോകുന്ന പോലത്തെ സംഭവം അല്ലല്ലോ നമ്മുടെ ഡേറ്റ. അപ്പോൾ ഡേറ്റേനെ ഞാൻ എടുത്തു വെക്കുന്നത് എവിടെയാണ്? ഇപ്പം തൽക്കാലം ഞാൻ എന്ത് ചെയ്യുന്നു? ഞാനൊരു എക്സൽ ഷീറ്റിനോട്ട് അങ്ങ് ഇട്ടു. ഇപ്പം എൻ്റെ എക്സൽ ഷീറ്റ് നോക്കുമ്പോൾ എന്താ മൊത്തം നിറഞ്ഞിരിക്കുക, നമ്പേഴ്സ്, ഡേറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് എല്ലാം കൂടി നിറഞ്ഞിരിക്കുക. ആ എക്സൽ എന്ന ടൂൾ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഡേറ്റേനെ ആവശ്യമുള്ള ഡേറ്റയും ആവശ്യമുള്ള ഡേറ്റയും എല്ലാം എന്ത് ചെയ്ത് നമ്മൾ ക്ലീൻ ചെയ്ത് കുട്ടപ്പനാക്കി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇതിനകത്ത്. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പം ഓർമ്മയുണ്ട്, നമ്മൾ ഈ 10 നമ്പേഴ്സ് ഇങ്ങനെ അടിക്കും, എന്നിട്ട് മുകളിൽ പോയിട്ട് ഓട്ടോ സം ക്ലിക്ക് ചെയ്ത് ഉടനെ അതിൻ്റെ സം വരുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് അല്ലേ? അന്ന് നമ്മൾ എക്സലിൻ്റെ കൂടിയ പോസിബിലിറ്റീസ് നമുക്ക് അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ അന്ന് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് എക്സലിലാണ് ഡേറ്റ കളിക്കുന്നത് മുഴുവൻ. എക്സലിനകത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ എക്സൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റുന്നു? നമ്മളൊരു 80% ഡേറ്റ അനലിസ്റ്റ് ആയി കഴിഞ്ഞു. കാരണം എക്സലിനകത്തുള്ള ഡേറ്റേനെ നമ്മൾ വൃത്തിയാക്കി കുളിപ്പിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. ഇനി എക്സൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്തത് പോകുന്നത് SQLോട്ടാണ്. SQL നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. ക്വറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യം എന്നാണ് അർത്ഥം വരുന്നത്. പക്ഷെ ഇവിടെ ചോദ്യമല്ല, കൂടുതലായിട്ടും നമ്മളൊരു ഡേറ്റാബേസ് മാനേജ്മെൻ്റ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇതിനകത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡേറ്റാബേസിനകത്ത് കയറി ആ ഡേറ്റയിൽ ആവശ്യമുള്ള ഡേറ്റേനെ എടുക്കാം, ആവശ്യമില്ലാത്ത ഡേറ്റേനെ കളയാം. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ആവശ്യമുള്ള ഡേറ്റ ചിലപ്പോൾ ഇപ്പോഴായിരിക്കില്ല, നാളത്തേക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഡേറ്റേനെ എടുത്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള ഡേറ്റ കൊണ്ട് കളിക്കാം. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ SQL വഴി ചെയ്യാൻ പറ്റും. ഇനി ഈ കുട്ടപ്പനാക്കിയെടുത്ത ഡേറ്റേനെ നമ്മൾ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ വേറെ ടൂൾസ് യൂസ് ചെയ്യാം. അത് ഫോർ എക്സാമ്പിൾ പവർ BI അല്ലെങ്കിൽ ടാബ്ലോ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇതിനെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സലുമായിട്ടും അല്ലെങ്കിൽ SQL ആയിട്ടും ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം ഈ ഡേറ്റേനെ ഇവിടെ പിടിച്ചിട്ടിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇതിങ്ങനെ കാണിക്കാൻ പറ്റും. ഇതാണ് ഈ ടൂൾസിനെല്ലാം പ്രത്യേകത. ഇനി ഈ വിഷ്വലൈസേഷനോടുകൂടി ഞാൻ പറഞ്ഞു, വിഷ്വലൈസേഷനോടുകൂടി നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഡേറ്റ അനലിസ്റ്റിൻ്റെ തുടക്കം നമ്മൾ തുടങ്ങി കഴിഞ്ഞു. ഇനി അടുത്ത കാര്യമാണ് നമുക്ക് വേണ്ടത് കോഡിംഗ് നോളജ്. കോഡിംഗ് നമ്മൾ എവിടെ ചെയ്യുന്നു? നമ്മൾ പൈത്തൺ എന്ന ടൂൾ യൂസ് ചെയ്ത് നമ്മൾ ചെയ്യുന്നു. പൈത്തണിനകത്ത് എന്തിനാണ് നമ്മൾ പൈത്തൺ യൂസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ഓരോ ദിവസവും കോടിക്കണക്കിന് ഡേറ്റ കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാ ദിവസവും എനിക്ക് മാനുവലി ഇതിൻ്റെ പുറകെ ഇരുന്നിട്ട് ഓരോന്നായിട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്താൽ നമുക്ക് തലയ്ക്കും ഇങ്ങനെ കിളിയൊക്കെ ഇങ്ങനെ പറന്നു. അവിടെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? എൻ്റെ കോഡിംഗ് നോളജ് യൂസ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ കോഡിംഗ് നോളജ് യൂസ് ചെയ്തിട്ട് പൈത്തൺ യൂസ് ചെയ്ത് ഞാൻ എന്ത് ചെയ്യുന്നു? പ്രോസസ്സുകളെല്ലാം ഞാൻ ഓട്ടോമേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡേറ്റ അവിടെ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ എഴുതി വെച്ച കോഡ് എന്ത് ചെയ്യുന്നു? അതിനെ ആവശ്യമുള്ള രീതിയിൽ തട്ടിയും മറച്ചും പൊടിയും എടുത്ത് എല്ലാം എടുത്ത് കുട്ടപ്പനാക്കി എനിക്ക് തരും. അപ്പോൾ അതിൻ്റെ പുറകെ ഞാൻ ഇനി പോയി എൻ്റെ സമയം കളയണ്ട. സോ യു ആർ സേവിങ് ടൈം. അതുപോലെ തന്നെ നമ്മുടെ റിപ്പീറ്റേറ്റീവ് ടാസ്കുകളെല്ലാം കംപ്ലീറ്റ് ഒഴിവായി കഴിഞ്ഞു. ഇതാണ് നമുക്ക് കോഡിങ്ങിൻ്റെ ആവശ്യം വരുന്നത്. ഇവിടെയാണ് നമുക്ക് കോഡിങ്ങിൻ്റെ ആവശ്യം വരുന്നത്. അടുത്തതായിട്ട് സാലറിയുടെയും അല്ലെങ്കിൽ ഇതിൻ്റെ ഗ്രോത്തിൻ്റെയും അല്ലെങ്കിൽ ഈ കരിയറുടെ പൊട്ടൻഷ്യൽ എന്താ നമുക്ക് നോക്കാം. ഇന്ന് ഇപ്പോൾ ഈ ലോകത്ത് എത്രയോ കോടി ഡേറ്റ വന്നിങ്ങനെ കൂടുന്ന സമയത്ത് നമുക്കൊരു 15 to 20% ഡേറ്റയുടെ അനലിസ്റ്റുകളുടെ റോള് മാത്രമേ നമുക്കിപ്പം കേറ്റർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഇനിയും ഒരുപാട് ഡേറ്റ അനലിസ്റ്റ് നമുക്ക് വേണം. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഇവിടെ സ്റ്റാർട്ടിംഗ് പാക്കേജ് തന്നെ എന്ന് പറയുമ്പം ഒരു 4 to 6 അല്ലെങ്കിൽ 4 to 7, ഇഫ് യു ആർ റിയലി ടാലൻറ്റഡ് യു ക്യാൻ ഗോ അപ് ടു 8 to 10 ഓൾസോ. ഇത് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് കിട്ടും. നമ്മളൊരു നോർമൽ ജോബിൽ പോകുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി എന്നല്ല, കുറേ അധികം പോസിബിലിറ്റി ഇവിടെ കിട്ടാനുണ്ട്. അതുപോലെ തന്നെ സാലറി വൈസ് ആണെങ്കിലും ഇതിൻ്റെ ഗ്രോത്ത് ഭയങ്കര ഫാസ്റ്റാണ്. അതുപോലെ തന്നെ നിങ്ങളൊരു സീനിയർ ടു മിഡ് ലെവൽ എംപ്ലോയി ആകുമ്പോൾ തന്നെ, അനലിസ്റ്റ് ആകുമ്പോൾ തന്നെ നിങ്ങളുടെ സാലറി 14-15 lakhs വരെ പോകാം. ഈവൻ അതിൻ്റെ മുകളിലോട്ടും പോകാം, ഡിപ്പെൻഡിങ് അപ്പോൺ യുവർ സ്കിൽ.
നിങ്ങൾ അത്രയും സ്കിൽഡ് ആണ്, നിങ്ങൾ അത്രയും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു അനലിസ്റ്റ് ആണെങ്കിൽ യു ക്യാൻ ഈസിലി മേക്ക് 2 to 3 lakhs പെർ മന്ത്. ഒരു 10 year അല്ലെങ്കിൽ ഒരു 5 to 10 yearsനകത്ത് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പാക്കേജ് റേഞ്ചിലോട്ട് എത്താൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പോസിബിലിറ്റി തന്നെ വളരെ വളരെ വലുതാണ്. നമ്മൾ എത്രത്തോളം ലേറ്റ് ആവുന്നു അത്രത്തോളം നമ്മുടെ ചാൻസുകൾ കുറഞ്ഞുകൊണ്ടിരിക്കും. കാരണം വേറെയും ആൾക്കാർ ഡേറ്റ അനലിസ്റ്റ് ആവാൻ ട്രൈ ചെയ്യുന്നുണ്ട്, ഡേറ്റ സയൻറ്റിസ്റ്റ് ആവാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ജേണി നമ്മൾ ഇപ്പം തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ മെച്ചമായിരിക്കും ഇൻ ദ നിയർ ഫ്യൂച്ചർ. സോ ഇതിൻ്റെ ബേസിക്സ് ആദ്യം പഠിച്ചു തുടങ്ങുക. എക്സൽ എന്താണ്, പൈത്തൺ എന്താണ്, വിഷ്വലൈസേഷൻ എന്താണ്, SQL എന്താണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാലേ നമുക്ക് മാറ്റം വരുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ട്രാഫിക്കിലെ ജോസ് പ്രകാശ് സാർ പറഞ്ഞ പോലെ തന്നെ ഒരു മാറ്റം ഉണ്ടാവില്ല. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഡേറ്റ അനലിസ്റ്റ് അല്ലെങ്കിൽ ഡേറ്റ സയൻറ്റിസ്റ്റ് എന്നൊരു ഫീൽഡ് ഭയങ്കര പ്രോമിസിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയോ? എങ്കിൽ യാതൊരു സംശയമില്ല, തീർച്ചയായിട്ടും അതെ. ഇവിടെ സാലറി ഗ്രോത്ത് ആണെങ്കിലും നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്ത് ആണെങ്കിലും എല്ലാം വളരെയധികം ഇമ്പ്രൂവ്ഡ് ആണ്. ഭയങ്കര അധികം ഗ്രോത്ത് ഇതിനകത്ത് പ്രോമിസ് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ഇത്രയും പോസിബിലിറ്റീസ് കിടക്കുകയാണ്. നമ്മൾ എന്തിനത് വേണ്ടാന്ന് വെക്കണം? ഇവിടെ കിടക്കുന്ന പോസിബിലിറ്റി നമ്മൾ എന്തിനാണ് എടുക്കാതിരിക്കുന്നത്? നിങ്ങൾ ആ രീതിയിലൊന്നും ചിന്തിച്ച് നോക്കൂ. പിന്നെ വേറൊരു കാര്യം, നമ്മളിന്ന് സഞ്ചരിക്കുന്നത് മുഴുവൻ നമ്മുടെ ഒരു AI കാലഘട്ടത്തിൽ, AI ലോകത്തിലാണ്. നമ്മളിന്ന് ChatGPT യൂസ് ചെയ്യുന്നു, പെർപ്ലെക്സിറ്റി യൂസ് ചെയ്യുന്നു, അങ്ങനെ ഒരുപാട് AI ടൂൾസാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഡേറ്റ അനലിസ്റ്റ് അല്ലെങ്കിൽ ഡേറ്റ സയൻറ്റിസ്റ്റിൻ്റെ ഒരു റോള് കൂടി ഇവിടെ ആവശ്യമാണ്. AIക്ക് ആരാ ഡേറ്റ കൊടുക്കുന്നത്? നമ്മളാണ് കൊടുക്കുന്നത്. നമ്മൾ ഡേറ്റ അനലൈസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു, ഫീഡ് ചെയ്ത് കൊടുക്കുന്നു, അല്ലേ? ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. AI ടെക്നോളജിയുടെ എന്താ പറയുക, അന്തരംഗത്തിലോട്ട് കയറി ചെല്ലാനുള്ള ഒരു ചോട്ടുപടി കൂടിയാണ് നമ്മുടെ ഡേറ്റ അനലിസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ എല്ലാ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാർക്കും ഡേറ്റ അനലിസ്റ്റ് ആവാൻ പറ്റും. ഞാൻ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ്, നമ്മുടെ തിങ്കിങ്, അനലിറ്റിക്കൽ സ്കിൽസ് ആണ് ഇവിടെ അത്യാവശ്യം. അല്ലാതെ നിങ്ങൾ എന്ത് പഠിച്ചു, എത്ര ഡിഗ്രി എടുത്തു, ഏതൊക്കെ മാസ്റ്റേഴ്സ് എടുത്തു എന്നുള്ളത് ഇവിടെ വിഷയമേ അല്ല. നിങ്ങൾക്ക് അതിനുള്ള സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. നമ്മൾ എന്ത് ചെയ്യണം? അതിനു വേണ്ടി പ്രയത്നിക്കണം. പ്രാക്ടീസ് ഇല്ലാതെ ഒരു പരിപാടി നടക്കില്ല. അത് ഞാൻ ആദ്യമേ പറയാം. ഡേറ്റ അനലിസ്റ്റ് ആവാം, എല്ലാവർക്കും ആവാം. പക്ഷേ നമ്മുടെ എഫേർട്ട് നമ്മൾ എടുത്തേ പറ്റുള്ളൂ. അത് എടുത്തില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം ഇങ്ങനെ ഒരു മല പോലെ നമുക്ക് തോന്നും നമ്മുടെ കൺമുന്നിൽ. പക്ഷെ നമ്മൾ ഓരോ ദിവസം ഓരോ പടി വെച്ച് കയറുമ്പോഴെന്ത് പറ്റുന്നു? നമുക്ക് ആ മലയുടെ മുകളിലെത്താൻ പറ്റും. പക്ഷെ ഒരു ദിവസം കൊണ്ട് എനിക്ക് ആ മലയുടെ മുകളിൽ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുമോ? ഇല്ല, ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. അപ്പോൾ ഇതിന് കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രാക്ടീസാണ് ഇതിന് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ വേറൊരു കാര്യം, നമ്മളിനി ഫോളോ അപ്പ് ആയിട്ട് ലൈവ് വെബിനാർസ് പ്ലാൻ ചെയ്യുന്നുണ്ട്, ഹാൻഡ്സ് ഓൺ സെഷൻസ് പ്ലാൻ ചെയ്യുന്നുണ്ട്, മാസ്റ്റർ ക്ലാസ്സുകളെല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ അതിനുവേണ്ടി നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം? ഈ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഗൈസ്. സൈനിങ് ഓഫ്, അശ്വിൻ.